നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ ശക്തി പ്രകടനങ്ങളുടെ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ അച്ചുതണ്ട് തങ്ങളുടെ വജ്രായുധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക നീക്കങ്ങളെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങളാണ് ഇറാൻ അനുകൂല സംഘടനകൾ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് യമനിലെ ഹൂതി വിമതരുടെ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ശനിയാഴ്ച ഇസ്രായേലിന്റെ ഹൃദയഭാഗം ലക്ഷ്യമാക്കി ഹൂതികൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ കേവലം ആയുധ പ്രയോഗം മാത്രമല്ല, മറിച്ച് ഇസ്രായേലിന്റെ സുരക്ഷാ കവചങ്ങൾ ഭേദിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അതിലൂടെ നൽകിയത്. ഹൂതികളുടെ ഈ കടന്നാക്രമണം ഇസ്രായേലിനെ തെക്കൻ ഭാഗത്ത് നിന്ന് സമ്മർദ്ദത്തിലാക്കുമ്പോൾ വടക്ക് നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികൾ അതിശക്തമായ റോക്കറ്റ് ആക്രമണങ്ങളുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതായത് യുദ്ധം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു. രണ്ട് വശങ്ങളിൽ നിന്നും ഒരേ സമയം ആക്രമണം നേരിടേണ്ടി വരുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ഹൂതി വിമതരുടെ നേരിട്ടുള്ള ഇടപെടൽ വെറും ഒരു പ്രാദേശിക തർക്കം മാത്രമായിട്ട് കാണരുത്, മറിച്ച് ദീർഘകാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അമേരിക്കൻ സഖ്യവും ഇറാന്റെ നേതൃത്വത്തിലുള്ള ശക്തികളും തമ്മിലുള്ള ശീതയുദ്ധം നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് മാറുന്നതിന്റെ വിളംബരം കൂടിയാണ്. ശനിയാഴ്ച ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പാഞ്ഞ ബാലിസ്റ്റിക് മിസൈലുകൾ കേവലം ആയുധ പ്രയോഗം മാത്രമല്ല, മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ പൊളിച്ചെഴുതുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഹൂതികൾ ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കടൽ മേഖലയെ യുദ്ധക്കളമാക്കുന്നതിലൂടെ ലോകത്തെ പ്രധാനപ്പെട്ട വ്യാപാര പാതകളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഹൂതികളുടെ നീക്കം അമേരിക്കയ്ക്കും അതുപോലെ സഖ്യകക്ഷികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ചില മിസൈലുകളെ തകർത്തിട്ടുണ്ട് എങ്കിലും ഹിസ്ബുള്ളയ്ക്ക് പിന്നാലെ ഹൂതികളും ഔദ്യോഗികമായി യുദ്ധത്തിന്റെ ഭാഗമായത് ഇസ്രായേലിന്റെ സുരക്ഷാ വലയത്തിന് മേൽ കനത്ത ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും തെക്ക് ഭാഗത്ത് ഹൂതികളും ഒരേ സമയം ആക്രമണം അഴിച്ചുവിടുന്നത് ഇസ്രായേലിന്റെ സൈനികപരമായിട്ടുള്ള വലിയ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട്. ഇറാന്റെ വളരെ തന്ത്രപ്രധാനമായ ആയുധമായി കരുതപ്പെടുന്ന ഹൂതികൾ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുമെന്ന കാര്യം നമുക്ക് ഉറപ്പാക്കാവുന്നതാണ്. അതായത് യുദ്ധം നീണ്ടുപോകുമെന്നർത്ഥം. ഇസ്രായേലിനെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന പ്രഖ്യാപനം അമേരിക്കൻ പടക്കപ്പലുകളെ ഈ മേഖലയിൽ തളച്ചിടാനുള്ള കാരണമാകും. വെറും മിസൈൽ ആക്രമണങ്ങളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഹൂതികൾ നീങ്ങുന്നത് ലോക സാമ്പത്തിക രംഗത്തെയും ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണണം. ഹിസ്ബുള്ളയും ഹൂതികളും ചേർന്ന് ഇസ്രായേലിനെ വളയുമ്പോൾ സഖ്യശക്തികൾക്ക് എത്രത്തോളം പ്രതിരോധം തീർക്കാനാകുമെന്ന് കണ്ടറിയേണ്ടതാണ്. ഇസ്രായേൽ ലെബനിൽ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ ഇറാൻ അനുകൂല സംഘടനകൾ തയ്യാറല്ല എന്നത് യുദ്ധത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ അശാന്തിയുടെ വിത്തുകൾ പാകിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാങ്കേതിക മികവിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഗറില്ല യുദ്ധമുറകളും ആധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ചേരുന്നതോടെ ഈ സംഘർഷം ആഗോളതലത്തിൽ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമൊട്ടുമില്ല. വരും ദിവസങ്ങളിൽ ഇറാന്റെയും അമേരിക്കയുടെയും നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഏറെ നിർണായകമാണ്. ഇറാന്റെ ഏറ്റവും വിശ്വസ്തരായ പോരാളികളായിട്ടുള്ള ഹൂതികൾ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് കനത്ത പ്രഹരം ഏറ്റിട്ടുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട വ്യാപാര പാതകളിൽ ഒന്നായ ഇവിടെ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് കാവൽ നിൽക്കേണ്ടി വരുന്നത് അവരുടെ സൈനിക വിന്യാസത്തെ തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇറാന്റെ അത്യാധുനിക ഡ്രോണുകളും മിസൈൽ സാങ്കേതിക വിദ്യയും കൈവശമുള്ള ഹൂതികൾ ഇസ്രായേലിനെ വിറപ്പിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം സഖ്യകക്ഷികൾക്ക് അവഗണിക്കാനാവാത്തതാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും അവരുടെ ഒരു ആക്രമണം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ലെബനിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾക്ക് മറുപടിയായി ഹിസ്ബുള്ള നടത്തുന്ന പ്രത്യാക്രമണങ്ങളും ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷമായ പിന്തുണയോടെ ഇറാൻ സ്വീകരിക്കുന്ന കർക്കശമായ ഇത്തരം നിലപാടുകൾ അമേരിക്കയെയും അതുപോലെ ഇസ്രായേലിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഇറാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് എങ്കിൽ അത് ആഗോള ഇന്ധന വിപണിയെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിക്കുമെന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വരെ പ്രതിസന്ധികൾ വന്നു തുടങ്ങി. യുദ്ധം അവസാനിക്കുകയാണ് വേണ്ടത്, പക്ഷെ അമേരിക്കയുടെ അഹങ്കാരം അവസാനിക്കുന്നുമില്ല. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്കും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും തടയാനാവാത്ത വിധം ഇറാന്റെ സഖ്യം തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൂതികൾ മുതൽ ഹിസ്ബുള്ള വരെയുള്ള സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ആധിപത്യം അവസാനിപ്പിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇതിനോടകം തന്നെ വലിയ നാശനഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും യഥാർത്ഥ പ്രഹരം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന ഭീതി ലോകമെമ്പാടും പടർന്നു പിടിക്കുന്നുമുണ്ട്.
പശ്ചിമേഷ്യൻ മണ്ണിൽ അജയ്യരായി തുടരാമെന്ന ഇസ്രായേലിന്റെ മോഹങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയായി ഈ നീക്കങ്ങൾ മാറിയിട്ടുമുണ്ട്. ഇറാന്റെ വജ്രായുധങ്ങൾ കളം നിറഞ്ഞാടുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വരും കാലങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ അത്യന്തം ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് യുദ്ധത്തിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.